എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഗോകു അവനാണെങ്കിൽ ബ്ലാക്ക് മാൻ അവന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത അവന്റെ ട്രെയിനിങ് പാർട്ട്ണറുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഡിഫീറ്റ് ചെയ്യാൻ കഴിയാതെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവനെ കാണാൻ എന്നെ പോലെ ആണെങ്കിലും ഇവൻ എന്നെ കഴിഞ്ഞ് പവർ കൂടുതലാണ്. അതിനാ ബ്ലാക്ക് മാൻ പറയും, വീണ്ടും വീണ്ടും മണ്ടത്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിന്റെ ഫിസിക്കൽ എനർജി അത് നീ വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. ആദ്യം നീ നിന്റെ മെന്റൽ എബിലിറ്റി അത് കൂടെ ബിൽഡ് ചെയ്യണം, സ്ട്രോങ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നിനക്ക് ഇവനെ മാത്രമല്ല നിന്റെ ഓപ്പണൻസിനെ എല്ലാവരെയും തോൽപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ ഗോകു ആണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഉറപ്പായാലും ഇവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വന്നു വീണ്ടും അവനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ബ്ലാക്ക് മാൻ ആണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. ഓ നോ, വീണ്ടും എന്റെ വാക്കുകൾ അത് കേൾക്കുന്നില്ല അല്ലേ എന്ന് പറയും. അടുത്ത നിമിഷം പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് അടി. ഗോകുവിന്റെ പാർട്ട്ണർ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എനർജി ഡ്രൈനായി താഴേക്ക് വീഴും. അതിനുശേഷം ഗോകുവും തളർന്ന് താഴേക്ക് വീണ് കൂർക്കം വലിച്ച് ഉറങ്ങാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ മാർഷൽ മാനെയും ഹാൻസം ബോയെയും മൊട്ടപ്പനെയും കുഞ്ഞിപ്പയ്യനെയും കാണിക്കും. അവരാണെങ്കിൽ നദിക്ക് കുറുകെ നീന്തുകയാണ്. ഗോകു ഉള്ള ആ ടവറാണ് അവരുടെ ലക്ഷ്യം. മാർഷൽ മാൻ ആണെങ്കിൽ അവരോട് പറയും, നമുക്ക് എത്രയും വേഗം ആ ടവറിലേക്ക് പോകണം. അവിടെ പോയി ട്രെയിനിങ് എടുത്താൽ മാത്രമേ കുറെ പോലെ തന്നെ നമുക്കും പവർഫുൾ ആവാൻ കഴിയുമെന്ന് പറഞ്ഞ് രാത്രി ഇപ്പോൾ ആ കാട്ടിലെത്തി തീയൊക്കെ ഭാഗത്ത് അങ്ങനെ കൂട്ടുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആദിവാസികൾ അവരുടെ വലിയൊരു ശില്പത്തിന് മുൻപിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും വലിയ വാദ്യോപകരണങ്ങൾ അത് വായിച്ചും അങ്ങനെ എൻജോയ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതെല്ലാം കേട്ട് അങ്ങനെ ഇരിക്കും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോഴും ആ കാര്യത്തിൽ വിശ്വാസം വന്നിട്ടില്ല. അവൻ വീണ്ടും മാർഷൽ മാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഒരു ടവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതിൽ മാർഷൽ മാൻ പറയും, എനിക്ക് ഉറപ്പാണ്, ഗോകു അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് അവൻ ആ ഡിവൈൻ വാട്ടർ കുടിച്ചും ട്രെയിനിങ് എടുത്തുമാണ് ഇത്രയും പവർഫുൾ ആയത്. നമ്മളെല്ലാവരും പവർഫുൾ ആണെങ്കിൽ നമ്മളും അവിടേക്ക് എത്തണം. ഗോകുവിനോടൊപ്പം വാട്ടർ കുടിച്ച് നമ്മൾ ട്രെയിനിങ് എടുക്കണം എന്ന് പറയും. അതേ കാര്യം തന്നെ ഇപ്പൊ ഹാൻസം ബോയും പറഞ്ഞ് അവരാണെങ്കിൽ പ്രതീക്ഷയോട് കൂടെ ഇറങ്ങാനായിട്ട് ആരംഭിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് നോക്കും. അവിടെ ഇപ്പൊ മാർഷൽ മാനെ കാണാനില്ല. അവനാണെങ്കിൽ ഷോക്കായി ആൾ എവിടെ പോയെന്നറിയാതെ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് മാർഷൽ മാൻ ആള് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുക. ഹാൻസം ബോയും ഇപ്പൊ കണ്ണു തുറക്കും. അതിനുശേഷം മാർഷൽ മാനോട് എന്തുപറ്റി, നിങ്ങൾ എന്താ നോക്കുന്നതെന്ന് ചോദിക്കും. അതിന് മാർഷൽ മാൻ പറയും, ദൂരത്തായിട്ട് ഞാനൊരു സംഗീതവും പാട്ടും വാദ്യോപകരണങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. മൊട്ടപ്പനാണെങ്കിൽ കാതോർക്കും, അവന് യാതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്നില്ല എന്നുള്ള കാര്യം അവൻ പറയും. അത് കേട്ട് ഹാൻസം ബോയും എനിക്കും അത്തരത്തിൽ യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല എന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിപ്പയ്യനോട് ചോദിക്കും. അവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ എന്തോ ചിന്തിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഒരുപാട് ഭയത്തോടു കൂടെ അവരോട് എല്ലാവരോടും പറയും, ബാഡായിട്ടുള്ള എന്തോ ഒന്നും നടക്കാൻ പോവാണ്. അത് കേട്ട് എല്ലാവരും വണ്ടറടിക്കും. പക്ഷെ മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ ഉറക്കം ഇതുവരെ വിട്ടു മാറിയിട്ടില്ല, മര്യാദയ്ക്ക് നീ കിടന്നുറങ്ങുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഉറക്കം സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും കോർക്കം വലിച്ച് ഉറങ്ങാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ആദിവാസികൾ അവരാണെങ്കിൽ നിർത്താതെ ഡാൻസ് ചെയ്തും പാട്ടുപാടിയും ചെണ്ട കൊട്ടിയും അവരുടെ ടൈം അതങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഗോകു അവനാണെങ്കിൽ നീണ്ട ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പൊ വീണ്ടും വാമപ്പൊക്കെ ചെയ്ത് ട്രെയിനിങ് എടുക്കാനായിട്ട് തയ്യാറാവും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരും. ഗോകു ആണെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ട്രെയിനിങ് ആണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിന് ബ്ലാക്ക് മാൻ പറയും, ഓക്കെ ആണെങ്കിൽ ഇന്നു മുതൽ നിന്റെ ട്രെയിനിങ് പാർട്ണർ അത് ഞാനായിരിക്കും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഞാൻ ഓക്കെ ആണ്, നമുക്ക് ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. അതിന് ബ്ലാക്ക് മാൻ, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവല്ല, മറിച്ച് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം അത് കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആളിപ്പോ ആളുടെ കണ്ണിൽ ഒരു തുണി വെച്ച് കെട്ടും. നിനക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ഹൈഡ് ചെയ്യാം, ഞാൻ നിന്നെ ഉറപ്പായാലും കണ്ടുപിടിക്കുമെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അവൻ മുൻപോട്ടേക്ക് ഓടി ഇപ്പോൾ ദൂരെ എത്തിക്കഴിയുമ്പോൾ ഇപ്പൊ ബ്ലാക്ക് മാനെ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ സ്പിരിച്വൽ എനർജി അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം എനർജി അത് സെൻസ് ചെയ്ത് ഗോകുവിന്റെ പിന്നാലെ ഓടും. ഗോകു ആണെങ്കിൽ ഒരു സ്ഥലം മുഴുവനായിട്ടും വട്ടവിട്ട് ഓടും. അതിനുശേഷം സ്പീഡ് കൂട്ടി മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവന്റെ കാല് പിടിച്ച് താഴേക്ക് വലിക്കും. മാൻ ആണെങ്കിൽ നല്ല ഫോഴ്സിൽ ഇപ്പൊ ഗോകുവിനെ താഴേക്ക് വലിച്ചെറിയും. ഗോകു ആണെങ്കിൽ താഴെ വന്ന് അടിച്ചു വീഴുകയാണ്. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് മാർഷൽ മാൻ കേട്ട ശബ്ദത്തെ അതിനെ ഫോളോ ചെയ്ത് അങ്ങനെ നടന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ഉറപ്പായാലും ആ ശബ്ദം ഉണ്ടാക്കിയവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരോട് ഞാൻ നല്ല ഫുഡും കിടക്കാൻ ഇടമൊക്കെ ചോദിക്കും, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് പറയുന്ന അടുത്ത നിമിഷം ആ ട്രൈബ്സ് അവരെ റൗണ്ട് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ കണ്ട് ഭയന്ന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഉടനെ ഒരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവളുടെ മാസ്ക് അഴിച്ച് അവരെ വെൽക്കം ചെയ്യാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ലൈവ് ഫെസ്റ്റിവലിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഉടനെ ഓരോരുത്തരായിട്ട് അവരുടെ മാസ്ക് അഴിച്ച് അവരെ എല്ലാവരെയും വെൽക്കം ചെയ്ത് അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. കുഞ്ഞിപ്പെണ്ണ് ദൂരത്തായിട്ട് ഇപ്പൊ വലിയൊരു മൗണ്ടെയിൻ കാണിച്ചു കൊടുക്കും. ആക്ച്വലി ആ മൗണ്ടെയിൻ
അതാണ് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വില്ലേജിനെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു മൗണ്ടെയിനെ റെപ്രസെന്റ് ചെയ്തും ഞങ്ങളുടെ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമാണ് ആ കാണുന്ന ശില്പത്തിലുള്ളത്. ഞങ്ങളുടെ പ്രയർ ടൈമാണെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരും ആ ഒരു സ്റ്റാച്യൂവിലേക്ക് നോക്കി അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം മൗണ്ടെയിന്റെ താഴ്വരയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പക്ഷികൾ മുകളിലേക്ക് പറന്നുയരും. അത് കണ്ട് അവരെല്ലാവരും ഞെട്ടും. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ചെക്കനും ബ്ലാക്ക്മാനും അവർ രണ്ടുപേരും ഓടിയും ചാടിയും മരത്തിന് മുകളിൽ വലിഞ്ഞു കയറിയും ഇപ്പോഴും ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഒരു മരത്തിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറും. പക്ഷെ അപ്പോഴേക്കും അവന്റെ കാല് തന്നെ അവൻ മൂടടിച്ച് താഴേക്ക് വീഴുകയാണ്. ഗോക്കു അടുത്ത കണ്ടൊരു പിരമിഡിലേക്ക് ചാടി കയറി തൊട്ടടുത്തുള്ള ആ വലിയ പിരമിഡിലേക്ക് എടുത്തു ചാടും. പിന്നീട് പതിയെ ഒന്ന് ടേൺ ചെയ്ത് നോക്കും ആ ബ്ലാക്ക്മാൻ അവന്റെ പുറകിലുണ്ടോ എന്ന് അറിയാൻ. പക്ഷെ ബ്ലാക്ക്മാൻ ആണെങ്കിൽ അവന്റെ പുറകെ ഇല്ല. വാവ്, ഞാൻ ജയിച്ചു എന്ന് കരുതി അവൻ മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിൽ ബ്ലാക്ക്മാനെ കാണുക. ഗോക്കു ആണെങ്കിൽ ബ്ലാക്ക്മാനെ കണ്ട് വണ്ടർ അടിക്കും. ബ്ലാക്ക്മാൻ ആണെങ്കിൽ അവനെ നോക്കി ഹായ് അടിച്ചിരിക്കും. ബ്ലാക്ക്മാൻ ആണെങ്കിൽ ഗോക്കുവെ തൂക്കിയെടുത്ത് നിലത്തൊരു ഒറ്റ അടി അടിക്കും. ഗോക്കു ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ബ്ലാക്ക്മാനോട് ചോദിക്കും, നീ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് കണ്ണ് മൂടി കെട്ടിയിട്ടും എന്നെ കണ്ടുപിടിച്ചു? നിന്റെ സോൾ എനർജി ഉപയോഗിച്ചാണ് ഞാനത് കണ്ടെത്തിയത്. നീ മൂവ് ചെയ്യുന്ന ഓരോ ഭാഗവും ഞാൻ കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് നിന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നിന്റെ ഊഴമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ബ്ലാക്ക്മാൻ ആണെങ്കിൽ ഗോക്കുവിന്റെ കണ്ണ് കെട്ടി കൊടുക്കും. ഗോക്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ എങ്ങനെ കണ്ണ് കെട്ടി ഈ ഇരുട്ടത്ത് അവനെ കണ്ടുപിടിക്കും? ഇവിടെ ബ്ലാക്ക്മാൻ ആണെങ്കിൽ കളിക്കാൻ തയ്യാറായി ഗോക്കുവിനെ ശബ്ദം ഉണ്ടാക്കി വിളിച്ചുകൊണ്ടേയിരിക്കും. ഗോക്കു ആണെങ്കിൽ അവൻ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ട് ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവസാനം ഗോക്കുവിന് അവനെ കണ്ടെത്താൻ കഴിയാതെ അവൻ തോൽവി സമ്മതിക്കും. ബ്ലാക്ക്മാൻ ആണെങ്കിൽ അവന്റെ കണ്ണിലെ കെട്ട് അത് അഴിക്കുകയാണ്. സത്യത്തിൽ നിനക്ക് കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. മൈൻഡ് പവർ അതില്ലാത്തത് കൊണ്ടും സോളിനെ നിനക്ക് സെൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുമാണ് നിനക്കിതിൽ തോൽക്കേണ്ടി വന്നത്. സോ ആദ്യം നീ ട്രെയിൻ ചെയ്യേണ്ടത് ആ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് ഗോകുവിനെ കൂട്ടിക്കൊണ്ടുപോകും. കട്ട് ചെയ്താ ഇവിടെ ആ ഗ്രാമം കാണിക്കും. ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഭക്ഷണവും ഡ്രിങ്ക്സും ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ്. ഹാൻസം മാൻ ആണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിപ്പണിനോട് ചോദിക്കും, ഇവിടെ എവിടെയെങ്കിലും വലിയൊരു ടവർ ഉള്ളതായിട്ട് നിനക്കറിയോ? അതിനവൾ പറയും, എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രാമമുഖ്യനോട് അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കും. അതേസമയം ഇവിടെ കുഞ്ഞിപ്പയ്യൻ അവനാണെങ്കിൽ ദൂരത്തായിട്ട് ആ ഒരു വലിയ മലയിലേക്ക് തന്നെ നോക്കുകയാണ്. ഫ്ലഡ്സ്മാൻ ആണെങ്കിൽ അവനോട് കാര്യം തിരക്കും. അതിനവൻ പറയും, എനിക്കിവിടെ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവരങ്ങനെ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതേസമയം ആ ഗ്രാമത്തിലുള്ള ഒരാൾ അവരെ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ പഞ്ചഗുസ്തി മത്സരത്തിൽ ഒരുത്തനാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ മലത്തി അടിച്ച് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയം കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോൾ ഹാൻസം ബോയായിട്ട് ഗ്രാമുഖ്യൻ്റെ അടുത്തേക്ക് വന്ന് ഇദ്ദേഹത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. എൽഡർ പറയും, ഇപ്പോൾ സംശയം ചോദിക്കാനുള്ള സമയമല്ല, ഈ പാർട്ടി അത് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. ആദ്യം നിങ്ങളത് എൻജോയ് ചെയ്യും. അവിടെയുള്ളവരെല്ലാവരും നമ്മുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ അവർക്ക് ഡ്രിങ്ക്സും കഴിക്കാൻ ഫുഡൊക്കെ കൊടുക്കുകയാണ്. ആ ഒരു ഫൈറ്റർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനെ തന്നെ നോക്കും. ഒട്ടപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും മാർഷൽ ആർട്സ് മത്സരത്തിൽ മത്സരിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ആ ഒരു ഫൈറ്റർ ആണെങ്കിൽ ഇപ്പോൾ മാർഷൽ ആർട്സ് മാനെ മാച്ച് കളിക്കാനായിട്ട് വിളിക്കുകയാണ്. ആ എൽഡർ ആണെങ്കിൽ ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ നൽകാം. അങ്ങനെ മൊട്ടപ്പനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പോൾ വെള്ളമടിച്ച് കിറങ്ങി എല്ലാവരോടും പറയും, ഞാൻ ആദ്യം അവനോട് ഫൈറ്റ് ചെയ്യും, ഇതെന്റെ ചാൻസ് ആണെന്ന് പറഞ്ഞ് മൊട്ടപ്പൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പുതയിലേക്ക് കടന്നു വരികയാണ്. ആ ഫൈറ്റർ ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം മൊട്ടപ്പനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ ക്യാഷ്വലായിട്ട് ആ ഒരു അറ്റാക്കിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് അവന്റെ തല ഉപയോഗിച്ച് അവനൊരു ഒറ്റ ഇടി കൊടുക്കും. ആ ഒരു ഇടിയിൽ അവനങ്ങനെ തെറിച്ച് പുറത്തേക്ക് വീഴുക. എല്ലാവരും മൊട്ടപ്പന്റെ പേര് വിളിച്ച് ജയ് വിളിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹാൻസം ബോയ് അവനാണെങ്കിൽ ആ ടവറിനെ കുറിച്ച് ചോദിക്കാൻ ഒരുങ്ങുന്ന അതേസമയം ഇവിടെ മൃഗങ്ങൾ അവറ്റകളാണെങ്കിൽ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാനും അവറ്റകളുടെ കൂട് തകർക്കാനും തുടങ്ങും. പയ്യനാണെങ്കിൽ ആ മൗണ്ടെയിൻ ചൂണ്ടിക്കാണിക്കും. ആ ഒരു വലിയ മൗണ്ടെയിൻ അത് പൊട്ടിത്തെറിക്കാനായിട്ട് പോവാണ്. അത് കേട്ട് എല്ലാവരും ഷോക്കായി കുഞ്ഞിപ്പയ്യനെ നോക്കും. എൽഡറും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും എല്ലാവരും ഇപ്പൊ കുഞ്ഞിപ്പയ്യനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. അത് ഞങ്ങളുടെ അനുഗ്രഹമാണ്, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പയ്യനോട് നീ പറഞ്ഞ കാര്യം അത് ഉറപ്പുള്ളതാണോ ചോദിക്കും. അതിനവൻ പറയും, അതെ, അതിപ്പോ തന്നെ പൊട്ടിത്തെറിക്കും. അടുത്ത നിമിഷം ആ ഒരു സ്ഥലം അതങ്ങനെ രണ്ടായിട്ട് പിളർന്ന് ആ ശില അത് ആ കുഞ്ഞിപ്പണ്ണിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. അത് കാണേണ്ട താമസം മൊട്ടപ്പനാണെങ്കിൽ ആ ശില താങ്ങും. കുഞ്ഞിപ്പെണ്ണിനെ മറ്റൊരാൾ സേവ് ചെയ്യും. എല്ലാവരും ഭയത്തോടു കൂടെ നോക്കി നിൽക്കുന്ന അതേസമയം ആ മൗണ്ടെയിൻ അതങ്ങനെ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് ഇപ്പോ അങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയോട് പറയും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എത്രയും വേഗം ആ ലാവ അത് തടയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ളവരും എല്ലാവരും നശിച്ചു പോകുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഉഷാറായിട്ട് ഓടും. ഹാൻസം ബോയും കുഞ്ഞിപ്പയ്യനും മൊട്ടപ്പനും അവരുടെ പിന്നാലെ പോവും. അവനാണെങ്കിൽ ഒരുപാട് പേടിയോട് കൂടെ അത് നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.